പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ ക്ലിനിക്കിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു നാട്ടിൽ നടന്ന ഒരു അനുഭവം. ആ ഉമ്മക്ക് 4 കുട്ടികളാണ്. ഈ മക്കളിൽ ചെറിയ കുട്ടിക്ക് 40 ദിവസമായ സമയത്ത് വാപ്പ മരണപ്പെടുകയാണ്. ഈ 4 കുട്ടികളെയും ഉമ്മ അപ്പുറപ്പുറമുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്ത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മക്കളെ വളർത്തി വലുതാക്കുകയാണ്. അൽഹംദുലില്ലാ, കുട്ടികളൊക്കെ വളർന്ന് വലിയ മക്കളായി. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. 4 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി മാറുകയാണ്. അങ്ങനെ ഉമ്മക്ക് പ്രായമായി, വയസ്സായി. ഉമ്മക്ക് സ്വന്തം കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ മക്കൾ 4 പേരും കൂടി ഇരുന്ന് ചർച്ചയായി, ഉമ്മാൻ ആര് നോക്കും? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, അപ്പം ഉമ്മാനൊരാൾ നോക്കണം. ആര് നോക്കും? ചർച്ചയ്ക്കൊടുവിൽ തീരുമാനമായി, ഓരോ മാസം ഉമ്മ ഓരോ വീട്ടിൽ നിൽക്കട്ടെ, ഓരോ മാസവും ഉമ്മ ഓരോ വീട്ടിൽ നിൽക്കട്ടെ എന്ന്. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. 28-ാം തീയതി ആകുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും? മറ്റു സാധനങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി ഡ്രസ്സൊക്കെ എടുത്ത് കവറിലിട്ട് കാത്തിരിക്കും. അടുത്ത ആളുടെ അടുത്ത മോൻ്റെ മോളുടെ ഊഴം കാത്ത് ഉമ്മ വെയിറ്റ് ചെയ്യും. അങ്ങനെ 1-ാം തീയതി ആകുമ്പോൾ മോനോ മോളോ വരും, ഉമ്മനെ കൊണ്ടുപോകും, അടുത്ത വീട്ടിൽ നിൽക്കും. അവിടെ 28-ാം തീയതി ആകുമ്പോൾ വീണ്ടും ഉമ്മ കാത്തിരിക്കും, മകനോ മകളോ വരുമെന്ന് കാത്തിരിക്കും, ഒരുങ്ങി നിൽക്കും, അടുത്ത ആളുടെ കൂടെ പോവും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു മാസം ഏതോ ഒരു മോൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 28 കഴിഞ്ഞ് 29, 30 കഴിഞ്ഞ് 1-ാം തീയതി ആയിട്ടും മോളെ കാണാനില്ല. മോളുടെ ഊഴാണ്. മോള് വരാതിരുന്നപ്പോൾ ആങ്ങളെ വിളിച്ചു, എന്തേ വരുന്നില്ലേ, എമ്മാനെ കൊണ്ടോണ്ടേ എന്ന്. 1-ാം തീയതി മോള് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ഈ മാസം എനിക്ക് കുറച്ച് സമയം വേണം, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരാഴ്ച 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ ഞാൻ വരാമെന്ന് പറയാണ്. ഒരാഴ്ചയാണല്ലോ സമയം പറഞ്ഞത്. കറക്റ്റ് 7-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം മുതൽ ആങ്ങളെ വിളിക്കാൻ തുടങ്ങി. 7-ാമത്തെ ദിവസമായപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തു. 7-ാമത്തെ ദിവസം വീണ്ടും പറഞ്ഞു, ഉമ്മാനെ കൊണ്ടോണില്ലേ, വരുന്നില്ലേ എന്ന്. ഓള് പറഞ്ഞു, ഇല്ല, എനിക്കൊരു 5-6 ദിവസം കൂടെ സമയം തരണം. ആ 5-6-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും മോനെ വിളിച്ചു, പെങ്ങളെ ഉമ്മാനെ കൊണ്ടോണില്ലേ എന്ന്. ഓള് പറഞ്ഞു, ഒറ്റ ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക, എൻ്റെ ഉമ്മയല്ലേ, എനിക്കെന്താ 2 ദിവസം കൂടെ നോക്കാൻ പറ്റൂലേ എന്ന്. അങ്ങനെ ആ 2 ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം മോനെ വീണ്ടും വിളിക്കുകയാണ്. പെങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. അളിയനെ വിളിച്ചു, ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. മരുമക്കളെയൊക്കെ വിളിച്ചു, ആരും ഫോൺ അറ്റൻഡ് ചെയ്യണില്ല. മോന് ചെയ്തത് എന്താണെന്നറിയോ? ആ ഉമ്മയെ കട്ടിലോടെ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് പെങ്ങൾ താമസിക്കുന്നത്, പെങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഉമ്മാനെ. കട്ടിലോടെ പെങ്ങളെ വീടിൻ്റെ മുൻപിൽ, വാതിലിൻ്റെ മുമ്പിൽ ഉമ്മാനെ കൊണ്ടുപോയി വെക്കുക. വാതിൽ തുറക്കണില്ല, വീട്ടിൽ ആരുമില്ല. അയൽവക്കക്കാരൊക്കെ കൂടി, നാട്ടുകാരൊക്കെ കൂടി, പതിയെ ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവിടെ കൂടുകയാണ്. ചർച്ചയായി, സംസാരമായി. ഒടുവിൽ ആ നാട്ടിലെ പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ എത്തുകയാണ്. അവസാനം SI പറഞ്ഞു, ആരും കൊണ്ടുപോയി പ്രയാസപ്പെടേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം ഉമ്മാനെ. ആ മുസ്ലിമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉമ്മയെ കൊണ്ടുപോയി, ആ ഉമ്മയെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുകയാണ്. പക്ഷെ കൂടുതലൊന്നും പരിചരിക്കേണ്ടി വന്നില്ല. ഒരാഴ്ച കൊണ്ട് ആ ഉമ്മ മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ദൂരെയൊന്നും അല്ല കേട്ടോ, ചൈനയിലും അമേരിക്കയിലും നല്ല, നമ്മളെ തൊട്ടപ്പുറത്തൊരു പ്രദേശമാണ്. ചായൻ്റെയും സമൂസേൻ്റെയും കൂടെ പോയാ സാധാരണ ക്ലാസ്സിൻ്റെ ഇടയിലേ ചായ ഇങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോൾ ബാക്കിലുള്ളവരൊക്കെ ശ്രദ്ധ ചായയൊക്കെ എത്തും. തികയൂലെന്ന് ബേജാറായിട്ടൊന്നും അല്ല, എല്ലാവർക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. എന്നാലും സ്വാഭാവികമായി മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണത്. അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ സംഘാടകർ വളരെ മനോഹരമായിട്ട് അവരുടെ ചായ കൂടെയൊക്കെ കഴിഞ്ഞോട്ടെ, എന്നിട്ട് ക്ലാസ് എടുക്കാം എന്ന ഒരു പ്രഖ്യാപനം നേരത്തെ അറിയിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, കുറച്ച് എനർജിയൊക്കെ കിട്ടിയല്ലോ അല്ലേ? കുറച്ച് ഷുഗറൊക്കെ ശരീരത്തിലെത്തി, പ്രോട്ടീനൊക്കെ എത്തി. സമൂസ ചിക്കനായിരുന്നോ വെജായിരുന്നോ? നോക്കിയിട്ടില്ലേ? തമ്പുരാനെ എന്താ തിന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? തിന്ന സാധനം കണ്ടന്റ് എന്തായിരുന്നു അതിൻ്റെ ഉള്ളില്? വെജാ ചിക്കനാ അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനും മധുരം ഉണ്ടായിരുന്നില്ലേ? ചായ പാൽ ചായയാണ്. പാലിൽ പിന്നെ പാലിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്, ഗ്ലൂക്കോസൊക്കെ എത്തി. അപ്പോൾ എനർജി ആയി, നിങ്ങൾക്കുള്ളതായി. ഒരു 10-11 മണി വരെ ഇരിക്കാനുള്ളതായില്ലേ? നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, പഴുത്തില കൊഴിഞ്ഞ് ചാടുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ടതില്ല എന്ന വലിയൊരു പാഠമാണ് നമ്മളിവിടെ കണ്ടത്. ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, വാപ്പ അതിലേറെ പ്രയാസപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് ഒക്കെ വളർത്തി വലുതാക്കി നമ്മളൊക്കെ ചിറകൊക്കെ വെച്ച് ഇങ്ങനെ പറക്കാനാവുമ്പോഴത്തേനേ
ഉമ്മാനോടും ഉപ്പാനോടും ഹൈ എന്നൊരു വാക്ക് പോലും പറയരുത് എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് അല്ലേ. ചേ എന്നുള്ളത് നമ്മളെ മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പത്തിന് ഹൈ എന്നുള്ളൊരു വാക്കിലാണ് എത്തുക. ചേ എന്നൊരു വാക്ക് പോലും ഉമ്മാനോടും ഉപ്പാനോടും പറയരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മളൊക്കെ ഹൈ എന്താ അമ്മ, ഹൈ എന്താ നിങ്ങള് എന്നുള്ളൊരു വാക്ക് പോലും അവരുടെ അടുത്ത് പറയരുത് എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര മനോഹരമായുള്ളൊരു അർത്ഥം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. പ്രായമാവാണ്, ഒരു പക്ഷേ ചേ എന്ന് പറയത്തക്ക രൂപത്തിൽ അവർ പെരുമാറും. കാരണം പ്രായമാവുമ്പോൾ 6ഉം 60ഉം ഒരുപോലെയാണ് എന്ന് എവിടെയോ വായിച്ചത് ഓർക്കുക. 6ഉം 60ഉം ഒരുപോലെയാ. 6 വയസ്സായ കുട്ടി കാണിക്കുന്ന കുരുത്തക്കേടുകൾ, ഒരു പക്ഷേ സംസാരത്തിൽ അപക്വത, ഇതൊക്കെ 60ലും കാണിച്ചേക്കാം. ചേ എന്ന് വീട്ടിലുള്ളവരെ കൊണ്ട് പറയത്തക്ക രൂപത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രവർത്തികൾ ഉണ്ടായേക്കാം. എന്നാലും നീ ചേ എന്ന് പറയരുതെന്ന് പറയുമ്പോൾ പ്രായമാകുമ്പോൾ ശരീരത്തിന് മാത്രമല്ല, എല്ലിനും പല്ലിനും മാത്രമല്ല തേയ്മാനം സംഭവിക്കുക, മനസ്സിനും തലച്ചോറിനൊക്കെ ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുന്നുണ്ട്, ബുദ്ധിക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ എത്ര ചെയ്തു കൊടുത്താലും എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും ലഭിക്കുന്നില്ല, ഞാനിവിടെ സംതൃപ്തനല്ല, ഞാനിവിടെ സംതൃപ്തയല്ല എന്നിങ്ങനെ ഗദ്ഗതം പറയും ഉമ്മയും വാപ്പയും. പക്ഷേ അവരിൽ ഒരാളോ 2 പേരുമോ നിന്റെ അരികിൽ നിന്നും പ്രായമാവുകയും നീ സംരക്ഷിച്ച് അവരെ പരിചരിച്ച് സ്നേഹത്തോടെ അവരെ പരിപാലിച്ച് നിന്നിൽ നിന്നും അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പോണ ചില്ലറ സാധന സ്വർഗം അല്ലേ. സ്വർഗം നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് നമ്മളൊക്കെ. ഉവൈസൽ ഖർണി എന്നറിയപ്പെടുന്ന റഹിമഹുല്ല ഒരു താബിഈ ഉണ്ടായിരുന്നു. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന താബിഈയാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും പ്രവാചകരെ കണ്ടിട്ടില്ല പോലും. ഒന്ന് ആലോചിച്ച് നോക്കി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതേ നാട്ടിൽ ജീവിച്ചിരുന്നൊരു താബിഈയാണ്, പ്രമുഖനായ താബിഈയാണ് ഉവൈസൽ ഖർണി. എന്നിട്ട് അദ്ദേഹം പ്രവാചകർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന്. നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കലുണ്ടല്ലേ, പഠിച്ചോനെ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ് എപ്പോഴും, അന്നൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു. നമ്മളൊന്നും വേണ്ട, മക്കത്തൊന്ന് ജനിക്കാൻ പറ്റിയെങ്കിൽ, മക്കത്ത് മദീനത്തൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എപ്പോഴും ആലോചിക്കലുണ്ട്. ഈ അടുത്ത് ഏപ്രിൽ മെയിൽ വെക്കേഷനിൽ ഉംറയ്ക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു, അൽഹംദുലില്ലാ. ആ സമയത്ത് ഹറമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് പോയ ഒരു ചിന്തയാണ്, ഇഷ്ടംപോലെ പ്രാവുകളുണ്ടാവും അവിടെ മുറ്റത്ത്, നിറയെ പ്രാക്കൾ. ഈ പ്രാവുകളിൽ ഒന്നായെങ്കിൽ എന്ന് വെറുതെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കും. ഈ പ്രാവുകളിൽ ഒന്നാവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ മിനാരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി തഴുകി ബാങ്കലേക്ക് ഇങ്ങനെ കേട്ട് നടക്കായിരുന്നല്ലോ, പാറി നടക്കായിരുന്നല്ലോ എന്ന് ആലോചിച്ചു. ഈ പ്രാവുകളുടെ അതേപോലെ പൂച്ചകളുണ്ടാവും അവിടെ. അറബ്സിന് ജീവികളെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അവർ ഉപദ്രവിക്കൂല, ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ പുന്നാരിച്ച് കൊണ്ടു കിടക്കും. ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്ന വചനമാണല്ലേ അവിടെ. അപ്പോൾ ആ പൂച്ചയാവാൻ പറ്റിയാലും മതിയായിരുന്നു, ഈ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാലോ എന്നൊക്കെ ആ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. പണ്ട് എവിടെയോ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു പാട്ടില്ലേ, മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ, ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ, മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ, അന്നു പിറന്നെങ്കിൽ. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് അന്ന് പിറക്കാൻ പറ്റിയെങ്കിൽ എന്ന്. പക്ഷെ അന്ന് പിറന്നിട്ട് പോലും ഉവൈസൽ ഖർണിക്ക് പടച്ചോന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല, ആ തിരുസദസ്സിലൊന്ന് ചെല്ലാൻ പറ്റിയിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകരെ തൻ്റെ അനുചരന്മാരെടുത്ത് അദ്ദേഹത്തെ പോയി കാണുവാനും സലാം പറയുവാനും പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞയക്കുമായിരുന്നു എന്ന്. എന്ത് അത്ഭുതം അപ്പം അവിടെ സംഭവിച്ചത്! എന്ത് പ്രാധാന്യമാണ് ആ വ്യക്തിക്ക് അവിടെ ഉള്ളത്! അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ, അദ്ദേഹത്തിൻ്റെ പുരയിൽ പ്രായമായ ഉമ്മയും വാപ്പ ഉണ്ടായിരുന്നു, വയസ്സായ ഉമ്മയും വാപ്പ ഉണ്ടായിരുന്നു എന്ന്. ഈ ഉമ്മാനെയും വാപ്പാനെയും പരിചരിക്കുന്ന കാര്യത്തിൽ, അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ജാഗ്രത കാണിച്ചിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം.
അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മാറി നിൽക്കുമ്പോൾ, പ്രവാചകരെ ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ, ആ തിരുസദസ്സിൽ ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഉമ്മാനെയും ഉപ്പാനെയും സംരക്ഷിക്കേണ്ട സമയം നഷ്ടപ്പെടും. അവർക്ക് കൊടുക്കേണ്ട പലതും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് പ്രവാചകരെ കാണാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതിരുന്നതിന് പകരമായി കൊണ്ട് പടച്ചോൻ അനുഗ്രഹിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറഞ്ഞേക്കുക, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അതിലും വലിയ അനുഗ്രഹം വേറെ എവിടുന്ന് കിട്ടാനുണ്ട്? വേറെ എന്താണ് കിട്ടാനുള്ളത്? അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ഉമ്മ ഉപ്പ എന്ന പാഠമാണ്. അബ്ദുല്ലാഹിബ്നു ഉവൈസ് അദ്ദേഹം ഒരിക്കലും ഉമ്മ രാത്രി ഉറങ്ങണ നേരത്ത് ഉമ്മ വെള്ളം ചോദിച്ചു എന്നാണ്. ഉറക്കത്തിൻ്റെ ഇടയിൽ ഉമ്മ വെള്ളം ചോദിക്കുക. വെള്ളമൊക്കെ എടുത്ത് ഉമ്മാൻ്റെ അടുത്തെത്തിയപ്പോഴത്തേനും ഉമ്മ ഉറങ്ങിപ്പോയിണ്. രാവിലെ വരെ കാത്തിരുന്നു. ഉമ്മ ഉണരുന്നത് വരെ കാത്തിരുന്നു ആ വെള്ളം കൊണ്ട്. ഉമ്മ എണീക്കട്ടെ, എണീപ്പിക്കണ്ട, ഉറക്കത്തിലല്ലേ, ഉറക്കം പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഉണരുന്നത് വരെ ഉമ്മയുടെ അരികിലിരുന്നു പോലും. ഈ ചരിത്രം വായിച്ച സമയത്താണ് എൻ്റെ ഒരു അനുഭവം ഞാൻ മനസ്സിലോർത്തത്. ഒരു പെൺകുട്ടി 3-4 വർഷമായിട്ട് ഇപ്പോഴും ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം രാവിലെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. എക്സാമാണ് അന്ന്. രാവിലെ 4 മണിക്കോ 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ആ തലേന്നുള്ള പഠിത്തത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അത്രയും തീവ്രമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ടോപ്പിക്കും ഇങ്ങനെ കവർ ചെയ്ത് പഠിച്ചിരിക്കുകയാണ്. ഒരു 5-6 മണിയൊക്കെ സമയത്ത് ഉമ്മ ഉറക്കത്തിൻ്റെ ഇടയിൽ ഉമ്മ മോളെ ഒരു ഗ്ലാസ് വെള്ളം താന്ന് പറഞ്ഞു. അവൾ പഠിക്കുകയാണ്, അവൾ തിരക്കിലാണ്. പഠിത്തത്തിൻ്റെ ഇടയിൽ അവൾ ഉമ്മ അപ്പം എടുത്തരട്ടോ എന്ന് പറഞ്ഞു. ആ പഠിത്തത്തിൻ്റെ ആ ഇടയിൽ അവൾ അതങ്ങ് മറന്നു പോവുകയും ചെയ്തു. ഉമ്മക്ക് വെള്ളം എടുത്ത് കൊടുക്കാൻ മറന്നു. അവൾ ഉമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ഉമ്മ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് ചായ പോലും കുടിക്കാതെ എക്സാമിന് പോയി. PSC ടെസ്റ്റ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നിറയെ ആൾക്കൂട്ടമാണ്. വീട്ടിലാകെ ആൾക്കാരാണ്. കയറി ചെന്ന് നോക്കുമ്പോൾ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുടെ അവസാന നിമിഷങ്ങളിൽ മരണവെപ്രാളത്തിൽ ഒരു പക്ഷേ ചോദിച്ചതായിരിക്കാം ഉമ്മ വെള്ളം. അവൾക്കത് കൊടുക്കാൻ പറ്റിയില്ല. കരുതിക്കൂട്ടി ഉമ്മയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നതല്ല, ആ തിരക്കിൽ അവൾ വിട്ടുപോയതാണ്, മറന്നുപോയതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഒക്കെ കെടുത്തും. അതുകൊണ്ടാണ് പറയുന്നത്, ഉമ്മയോടും ഉപ്പയോടും ഏറ്റവും മാന്യമായി പെരുമാറുക. നിന്റെ സ്വർഗമാണ് അവർ രണ്ടുപേരും. ആ ഉമ്മയും ഉപ്പയുമാണ് നിന്റെ സ്വർഗം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നിലെ മകൾ എപ്പോഴാണ് മികച്ചവളാവുന്നത്? ഞാൻ എപ്പോഴാണ് ഏറ്റവും നല്ല മകളാവുന്നത്? ഞാൻ കാരണം. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണ് നിറയാൻ പാടില്ല. എൻ്റെ വാക്കുകൾ കാരണം, എൻ്റെ പ്രവൃത്തികൾ കാരണം, എൻ്റെ രീതികൾ കാരണം, എൻ്റെ പെരുമാറ്റം കാരണം, എൻ്റെ ഇടപെടലുകൾ കാരണം, എൻ്റെ ഒരു നോട്ടം കൊണ്ടുപോലും എൻ്റെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഹൃദയം കലങ്ങുവാനോ അവരുടെ കണ്ണ് നനയുവാനോ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി എനിക്ക് ഉണ്ടാവണം. അപ്പം ഞാൻ നല്ലോളാവും. അപ്പം എന്നിലെ മകള് ഏറ്റവും മികച്ചവളാകും. എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ബാധ്യതയാണ്. എൻ്റെ ബാധ്യത കഴിഞ്ഞിട്ടേ മരുമോക്ക് ബാധ്യതയുള്ളൂ, അല്ലേ? എപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ ഇന്ന് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ചർച്ചാ വിഷയമാകുന്ന ഒരു ടോപ്പിക്കാ അത്. ഉമ്മാനെ മരുവോള് നോക്കോ മകള് നോക്കോ? ആരാണ്ടേളെ നോക്കണ്ടേ? മകള് മാത്രമല്ല കേട്ടോ, അതൊരു പേരെടുത്ത് പറഞ്ഞല്ല, മകനും ഉണ്ട്. അതേ വയറ്റിന്ന് അതേ പ്രോസസ്സിൽ അതേ 23 ക്രോമസോമുമായിട്ട് അതേ ചോര സിരകളിലൂടെ ഒഴുകി അതേ വേദന സഹിച്ച് പ്രസവിച്ച് തന്നെയാണ് ആരെ? മകനെയും. ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും വെയ്യാതാവുമ്പോൾ മകനും മകൾക്കുമാണോ ആദ്യത്തെ ബാധ്യത, അത് മരുമോക്കാണോ മരുമോനാണോ? ചമ്പക്കുത്താർ അഭിപ്രായം എന്താ? അതെ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുടുംബകാലയ്ക്ക് പോയി എന്ന് തോന്നരുത് കേട്ടാ. ഞാൻ പറയുന്ന ഓരോ സന്ദർഭങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യാദൃശ്ചികത തോന്നുന്നുണ്ട് എങ്കിൽ, അതെന്നെക്കുറിച്ചാണോ അതെന്നെക്കുറിച്ചാണോ എൻ്റെ പോരത്തെ കാര്യമാണോ പറയണത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. പൊന്നാരണ്ടല്ലേ നൗഷാദിക്കാൻ കുട്ടികളോട് കാത്തിക്കുക, എനിക്കിവിടുന്ന് പോകണം, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പച്ചയായ അനുഭവങ്ങൾ മാത്രമേ പറയാനുള്ളൂ. 4-5 ക്ലിനിക്കുകളിൽ ഏകദേശം 8 വർഷങ്ങളായിട്ട് ഉണ്ടാവുന്ന അനുഭവങ്ങൾ, നമ്മളെയൊക്കെ പോലെയുള്ള പച്ചയായ മജ്ജയും മാംസവും ബുദ്ധിയും വിചാരങ്ങളും ഉള്ള മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ. അപ്പം അത് നമുക്കുണ്ടാവരുത്, അല്ലേ? ഞാൻ എപ്പോഴും വൈകുന്നേരം ആകുമ്പോഴത്തേന് മനസ്സിലാലോചിക്കലതാ, പഠിച്ചോനെ ഇന്ന് അനുഭവിച്ച ഈ 10-12 കേസുകളിൽ ആ മനുഷ്യന്മാർ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും എൻ്റെ പോരയിൽ ഉണ്ടാവാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എങ്ങനെയൊക്കെ ആവേണ്ടതുണ്ട്, ഞാൻ എങ്ങനെയല്ല നമുക്ക് ഇരിക്കേണ്ടതുണ്ട്. ഈ 2 ഉത്തരങ്ങൾ മാത്രമേ ഇവിടെയൊക്കെ വന്നിട്ട് പറയാറുള്ളൂ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരാണ് ബാധ്യത? മക്കൾക്കാണ് ബാധ്യത ഉള്ളത്. ആദ്യത്തെ ബാധ്യത മക്കൾക്കാണ്. ഉമ്മാനെ ഉപ്പാനെ പരിചരിക്കാനുള്ള ആദ്യത്തെ ബാധ്യത ഉമ്മാനെ നോക്കാൻ ചെറിയ മോനെ കൊണ്ട് പെണ്ണെട്ടിപ്പിക്കുക, അല്ലേ? മോനെ കൊണ്ട് വേറെ പെണ്ണെട്ടിപ്പിച്ചാൽ പോലെ എന്നാൽ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ ആളായല്ലോ.
അത് തെറ്റായ ധാരണയാണ്. ഓനാണ് നോക്കേണ്ടത് ഉമ്മാനെയും വാപ്പാനെയും. ഓൻ പെണ്ണെട്ടി കൊണ്ടുവന്ന കുട്ടിയല്ല, മരുമോളല്ല ഉമ്മാനെയും വാപ്പാനെയും നോക്കേണ്ടത്. അതിനർത്ഥം മരുമകൾക്ക് ബാധ്യതയേ ഇല്ല എന്നല്ല. അതിനർത്ഥം മരുമകൾക്ക് ബാധ്യതയേ ഇല്ല എന്നതല്ല ഒരിക്കലും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് വരെ അയൽവാസിയെ സ്നേഹിക്കുന്നത് പോലെ അയൽവാസിയെ സ്നേഹിക്കുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറയുമ്പോൾ അയൽവാസിയെ പോലും സ്നേഹിക്കണമെന്ന് പറയുന്ന അവസരത്തിൽ വീട്ടിലുള്ള ഉമ്മാനെ നോക്കണ്ടേ? അത് അവളുടെ ബാധ്യതയാണ്. രണ്ടാമതാണെന്ന് മാത്രം. രണ്ടാമത് അവളുടെ ബാധ്യതയാണ്, അത് മരുമകളുടെ ബാധ്യതയാണ്. അത് വലിയ കോൺഫ്ലിക്റ്റ് നിറഞ്ഞൊരു സബ്ജക്റ്റ് ഒന്നും അല്ല. മക്കളുണ്ടെങ്കിൽ മക്കൾ വന്ന് നോക്കമ്മാനെയും വാപ്പാനെയും. അവർക്ക് പറ്റുന്നില്ല, അവർക്ക് സാധ്യമല്ല എങ്കിലും മരുമക്കളെ ഏറ്റെടുത്തോളും, മരുമക്കൾ നോക്കിക്കോളും. അതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? നിങ്ങൾ വിശ്വാസികളാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ വിശ്വാസികളുമാവുകയില്ല. പുരയിലുള്ള അമ്മായിയമ്മയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ പരസ്പരം സ്നേഹിച്ചാലേ വിശ്വാസിയാവുകയുള്ളൂ. വിശ്വാസിയായാലേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ബാധ്യതകളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മകളാവേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്നോട് പഠിച്ചോ നാളെ ചോദിക്കും, നീ നല്ല മകളായിരുന്നോ? അതുകൊണ്ട് നന്നാവുന്നതിൻ്റെ ആദ്യ പടി ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നല്ല മകളാവുക, ഞാൻ നല്ല മകനാവുക. ഒരു ഡോക്ടറുണ്ട്, സുഹൃത്താണ്. മൂപ്പരേ ഏകദേശം 4-5 ക്ലിനിക്കുകളിൽ പോകുന്നുണ്ട്. രാവിലെ 9 മണിയാകുമ്പോൾ ആദ്യത്തെ ക്ലിനിക്കിലെത്തും. അത് കഴിഞ്ഞ് അടുത്ത ക്ലിനിക്കിലേക്ക് പോകും. ഈ ക്ലിനിക്കിലേക്ക് 9 മണിക്ക് ക്ലിനിക്കിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ മൂപ്പര് പ്രായമായ വാപ്പണ്ട് വീട്ടിൽ. ഈ വാപ്പാനെ ബാത്റൂമിൽ കൊണ്ടുപോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്തിക്കൊടുത്ത് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് ഉടുപ്പൊക്കെ ഉടുപ്പിച്ച് ഉപ്പാൻ്റെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായി വിരിച്ചു കൊടുത്ത് ഉപ്പാൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് ഉപ്പയെ ബെഡിലിരുത്തി ഭക്ഷണം കൊടുത്തിട്ടാണ് ക്ലിനിക്കിക്ക് വരിക. ക്ലിനിക്കിൽ പേഷ്യൻസ് ഒന്ന് കുറയണ സമയമാകുമ്പോഴത്തേന്, പേഷ്യൻസ് ഉള്ള സമയമാണെങ്കിൽ ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കാനുള്ള നേരമാകുമ്പം വണ്ടിയിൽ ഡ്രൈവറുണ്ട്, വീട്ടിൽ പോവും, ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കും. വീണ്ടും ക്ലിനിക്കിൽ വരും, പേഷ്യൻസിനെ നോക്കും. ഉപ്പയെ നോക്കുക ഉമ്മയെ നോക്കുക എന്ന് പറഞ്ഞൊരു ഭാരമല്ല പ്രിയപ്പെട്ടവരെ. അതില്ലാണ്ട് വേറെ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യമല്ലേ? നിങ്ങളാലോചിച്ചൊക്കെ വേറെ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. കമലാ സുരയ്യ പറയുന്നുണ്ട്, ഒരു പെണ്ണ് മധ്യവയസ്കയാകുന്നത്, ഒരു സ്ത്രീ മിഡിൽ ഏജിൽ എത്തുന്നത്, മധ്യവയസ്കയാകുന്നത് അവളുടെ മുഖത്ത് ചുളിവുകൾ വരുമ്പോഴോ അവളുടെ മുടിയിഴയിൽ നര വരുമ്പോഴോ അല്ല, മുടി നരയ്ക്കുമ്പോഴോ മുഖത്ത് ചുളിവുകൾ വരുമ്പോഴോ അല്ല, അവളുടെ മക്കൾ അവളെ ഒറ്റപ്പെടുത്തുമ്പോഴാണ്, അവളുടെ മക്കൾ അവളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് എന്ന്. ശരിയല്ലേ? കുട്ടികൾ നമ്മുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ അകലാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രായമായി വയസ്സായി എന്നുള്ള തോന്നൽ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഏത് പ്രാർത്ഥന? റബ്ബിയാനി സഗീറ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പഠിച്ചോനെ, ചെറുപ്പകാലങ്ങളിൽ എങ്ങനെയാണോ എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ സംരക്ഷിച്ചത്, പരിചരിച്ചത്, സ്നേഹിച്ചത്, ലാളിച്ചത്, അതുപോലെ നീ അവരെയും സംരക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളും അത് പ്രാർത്ഥിക്കും. അത് നമുക്കുള്ള ഒരു ചൂണ്ടുവിരൽ കൂടിയാണ്. നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണോ നമ്മളെ അമ്മയും വാപ്പയും നമ്മളെ സംരക്ഷിച്ചത്, എങ്ങനെയാണോ നമ്മൾ നമ്മളെ മക്കളെ സംരക്ഷിച്ചത്, അതുപോലെ പോസിറ്റീവ് പാരൻറ്റിങ് കൊടുത്താൽ, നല്ല പാരൻറ്റിങ് കൊടുത്താൽ നല്ലത് വരണേ എന്നാണ് പറയണത്. നെഗറ്റീവ് പാരൻറ്റിങ് ആണെങ്കിലോ പഠിച്ചവനും നമ്മളോട് നെഗറ്റിവിറ്റി തന്നെ കാണിക്കണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആലോചിക്കണം, അല്ലേ? പഠിച്ചവനത് തിരിഞ്ഞു കുത്തുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കുട്ടിക്ക് നമ്മൾ മനോഹരമായ പാരൻറ്റിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല രക്ഷാകർതൃത്വം നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കും, ഇല്ലെങ്കിലും കേൾക്കും. ഒരുപക്ഷെ അത് നമുക്ക് നന്മ നിറഞ്ഞതാവണോ തിന്മ നിറഞ്ഞതാവണോ എന്ന് നമ്മുടെ തീരുമാനം മാത്രമാവേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മകളാവാൻ ഞാൻ ശ്രമിക്കുക, ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. കഴിഞ്ഞിട്ടില്ല, ബാധ്യത തീർന്നിട്ടില്ല. മകളെ കേട്ടപ്പോൾ അതിന് കുഴങ്ങിയോ? ഇല്ലല്ലേ? നമ്മൾ മൊബൈൽ ഫോൺ മാത്രമല്ല അപ്ഡേറ്റഡ് ആവുക. ഫോൺ നമ്മൾ രാത്രി അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കേണ്ട ദിവസം ചാർജറിലൊക്കെ വെച്ച് സ്വിച്ച് ഓഫ് ആവും, അല്ലേ? ഫോൺ താനെ സ്വിച്ച് ഓഫ് ആയി. രാവിലെ ആകുമ്പോഴത്തേന് മൊബൈൽ ഫോണിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വരും. ആപ്ലിക്കേഷൻസ് ഒക്കെ പല മാറ്റങ്ങളും, കളറിലൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും മൊബൈൽ ഫോണിന്. പക്ഷേ ഉണ്ടല്ലോ, ഫോണിന് മാത്രമല്ല അപ്ഡേഷൻ സംഭവിക്കുക. മകളായി ജനിച്ച ഞാൻ ആ മകളാവുന്നതോട് കൂടിയിട്ട് പെങ്ങളും ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മകനായി ജനിച്ച ഒരാൾ മകനാവുന്നതോടൊപ്പം ആങ്ങളയായിട്ടുണ്ട്. എൻ്റെ ബാധ്യതയാ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പെങ്ങളാണെന്നുണ്ടെങ്കിൽ, ഞാൻ താത്തയാണ് എങ്കിൽ, ഞാൻ അനിയത്തിയാണ് എങ്കിൽ, ഞാൻ ആങ്ങളയാണ് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച പെങ്ങളാവാൻ, ഏറ്റവും മികച്ച ആങ്ങളയാവാൻ, ഏറ്റവും മികച്ച ഇത്താത്തയും അനിയത്തിയുമാവാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട്, ഞാൻ ആവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? സഹോദര ബന്ധം അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാ, അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക. സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കാനാണ് പറയണത്. സഹോദരങ്ങൾക്കിടയിലെ ഒരു ദിവസം ക്ലിനിക്കിലെയും ഒരു കേസിലാണ് ഞാൻ. അപ്പോൾ ക്യാബിനിൽ വെയിറ്റിംഗ് റൂമിൽ 2 കേസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഉള്ളിലുള്ള കൺസൾട്ടേഷൻ റൂമിലുള്ള കേസ് തീരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ഈ 2 കുടുംബങ്ങളും 2 കേസും പരസ്പരം ഒന്ന് ചിരിക്കുകയും മിണ്ടുകയും വർത്താനം പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. അത് ആ സമയത്തൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ഈ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് 2ാമത്തെ കേസ് കയറിയപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ഈ പുറത്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഒരാണും പെണ്ണും അവരുടെ കുടുംബമാണുള്ളത്. ഇവർ 2 ഒരു ആങ്ങളെയും പെങ്ങളും ആണല്ലോ. അവരുടെ മക്കൾ കൂടെ ഉണ്ട്, അവരുടെ ഭാര്യമാരും മക്കളൊക്കെ കൂടെ ഉണ്ട്. ഇവരുടെ മക്കൾ പോലും പരസ്പരം ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ ആലോചിക്ക്, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വളർന്ന് ഒരേ ചോര സിരകളിലൂടെ ഇങ്ങനെ ഒഴുകി ഒരുപോലെ ജീവിച്ച് വന്ന 2 പേരെ എന്തിൻ്റെ പേരിലാ? ഉമ്മക്ക് 2 തെങ്ങ് ഏറെ കൊടുത്ത്. ആർക്ക്? ആങ്ങളൊക്കെ ഇല്ലേ? 2 തെങ്ങ് ഓക്ക് ഏറെ കൊടുത്തോല്ലോ. അതിൻ്റെ പേരിലാ തെറ്റിക്കണത്. ഓൾ പോണ കല്യാണത്തിന് ഞാൻ പോവില്ല, അല്ലെങ്കിൽ ഓൻ പോണ കല്യാണത്തിന് ഞാനിനി പോണില്ല, ഓൻ്റെ പെണ്ണുങ്ങളോട് ഞാനിനി മിണ്ടണില്ല, അല്ലെങ്കിൽ ഓളെ പുയ്യാപ്പളോട് ഞാനിനി മിണ്ടണില്ല. പ്രിയപ്പെട്ടവരെങ്ങൾ ആലോചിച്ച് നോക്കി, പ്രാർത്ഥന സ്വീകരിക്കൂലോ അല്ലേ? തെറ്റിക്കുക. ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റില്ല. 5 നേരം പള്ളിയിലെത്തും നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ മുസല്ല വിരിക്കും നമ്മൾ. ആരാ കേൾക്കണ പ്രാർത്ഥന? പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട 1ാമത്തെ കൂട്ടർ ആരാന്നറിയോ? കുടുംബബന്ധം മുറിച്ചോനാ. കുടുംബബന്ധം മുറിച്ചോന്റെ പ്രാർത്ഥന കേൾക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമ്മാതിരി തണുപ്പത്തും മഴയത്തൊക്കെ സുബൈക്ക് നീറ്റ് പള്ളി പോണില്ലേ? സുബൈക്ക് നീറ്റ് നിസ്കരിക്കണില്ലേ? 5 നേരം ഫർള് നിസ്കരിക്കണതിൻ്റെ കൂടെ സുന്നത്ത് എടുക്കണില്ലേ? പട്ടിണി കിടന്ന് നോമ്പ് വെൽക്കണില്ലേ? കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്ത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മങ്ങൾ ചെയ്യണില്ലേ? കുറച്ച് പ്രയാസം തന്നെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനൊക്കെ. പക്ഷെ അത് നമുക്ക് പ്രയാസമായി തോന്നാത്തത് എന്തുകൊണ്ടാ? അവിടെ എന്തുണ്ട്? നിനക്ക് പകരം എറ്റേണലായ അല്ലേ, എവർ ലാസ്റ്റിംഗ് ദ ഹെവൻ, ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗം ഒരിക്കലും നശിക്കാത്ത സ്വർഗം, അവസാനിക്കാത്ത സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇതൊക്കെ പ്രയാസമില്ലാണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. പക്ഷെ അതൊന്നും സ്വീകരിക്കൂല എന്ന് പറയുമ്പോൾ, നിസ്കാരം വെറും ഒരു കുത്തിമറിച്ചിലാവുമെന്ന് പറയുമ്പോൾ, നോമ്പ് വെറും പട്ടിണി കിടക്കലാണ് ആവുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ അതിൻ്റെ കാരണം എന്താ? ഈ കുടുംബ ബന്ധം മുറിച്ചതാണ്. ആദർശത്തിൻ്റെ പേരിൽ അല്ലേ, അല്ലെങ്കിൽ ഐഡിയോളജിയുടെ പേരിൽ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിൽ ആങ്ങളെയും പെങ്ങളും ജ്യേഷ്ഠാനിയന്മാരൊക്കെ തെറ്റി നിൽക്കുക, പിണങ്ങി നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അത്ഭുതങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പറയേണ്ട ഒരു കേസാണ്. ഒരു ഫാമിലിയിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. 4 ആൺകുട്ടികളാ. ഈ 4 ആൺകുട്ടികളും അൽഹംദുലില്ലാ ഗൾഫിലൊക്കെ പോയി നല്ല ബിസിനസ്സൊക്കെ നടത്തി വലിയ പണക്കാരായി. 2 ആൺകുട്ടികൾ ഗൾഫിലും 2 ആൺകുട്ടികൾ നാട്ടിലും വന്ന് ഇവർ തീരുമാനിക്കുകയാണ്, 2 പേര് ഗൾഫിലുള്ള 2 പേരും അവിടെ ജോലിയൊക്കെ ചെയ്യുക, ഒരുപാട് സമ്പത്തൊക്കെ ആയി. ഈ സമ്പത്ത്, നാട്ടിലുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആൾ വേണം. അപ്പം 2 പേര് നാട്ടിൽ വന്നിട്ട് ഇവരുടെ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യുകയാണ്. 4 പേരുടേതും കൂടിയാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേ ഗൾഫിലുള്ള 2 പേരും തീരുമാനമെടുത്ത്, സ്വത്തൊക്കെ ഓരാണല്ലോ ഗൾഫിൽ ജോലി ചെയ്യണത്, അപ്പോൾ സ്വത്തൊക്കെ അവർക്ക് വേണം. ഇവർക്ക് 2 പേർക്കും ഒന്നുമില്ല. നാട്ടിൽ ചർച്ചയായി. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് സംസാരിച്ചു. ഒരുപാട് വർഷങ്ങൾക്കൊടുവിൽ 7 വർഷങ്ങൾക്ക് ശേഷം ഈ കച്ചറയും പ്രശ്നവും പ്രയാസവും ഒക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാ മനുഷ്യന്മാരും അറിഞ്ഞ് അവസാനം മൂത്തേട്ടന് ഒരു തീരുമാനം എടുത്തു. എനിക്കൊട്ടും സംതൃപ്തി ഉണ്ടായിട്ടല്ല, ഒരു അണുമണി തൂക്കം പോലും എനിക്ക് തൃപ്തിയില്ല, എന്താന്ന് വെച്ചാൽ അവനോട് കൊടുത്താളി എന്ന് പറഞ്ഞ്. ഇടനിലക്കാർ കുറേ ആയല്ലോ ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ മല്ലിക്കിടുന്നു. അപ്പോൾ ഇടനിലക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് എന്താന്ന് വെച്ചാൽ അവന് കൊടുത്താളി എന്നങ്ങോട്ട് പറയാണ് ഏട്ടൻ. അങ്ങനെ ആ ചർച്ച അവസാനിപ്പിച്ചു. പിറ്റത്തെ ദിവസം രജിസ്റ്റർ ഓഫീസിൽ പോകണം ഒപ്പിടാൻ. രാവിലെ തട്ടി വിളിച്ചുണർത്തുമ്പോഴേ മൂപ്പര് നീക്കണില്ല. ആര്? മൂത്തേട്ടന്. ഒപ്പിടാൻ മൂപ്പര് എഴുന്നേറ്റില്ല. പ്രിയപ്പെട്ടവരെ, മരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ച് 3 മാസത്തിൻ്റെ ഉള്ളിൽ 2ാമത്തെ അനിയനും മരിച്ചു. ആലോചിച്ചോക്കി, എന്തേ കൊണ്ടുപോയി? ഈ കണ്ടതൊക്കെ കൊണ്ടുപോയോ? ഇല്ല അല്ലേ? പിണങ്ങി മരണപ്പെടുകയാണ്, തെറ്റി മരണപ്പെടുകയാണ്. അല്ലാണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തിലെ യുവ നേതാക്കൾ എന്ന് പറയുന്നുണ്ട് 2 പേരെ. ആരാന്നറിയോ? എനിബഡി? സ്വർഗത്തിലെ യുവ നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ച 2 പേരുണ്ട്. പ്രിയപ്പെട്ട പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ. ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവുമാണ്. ഇവരുടെ പ്രത്യേകത എന്താ? സഹോദരങ്ങളാ. മാതൃകയാണ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്.
എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ഒരേ അർത്ഥത്തിൽ നിന്ന രണ്ടുപേര്, അത്രയേറെ ഇണക്കത്തിലും പൊരുത്തത്തിലും ജീവിച്ചിരുന്ന രണ്ടുപേര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പ അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ആ സമയത്ത് മാത്രമാണ് കാര്യത്തിന്റെ പേരിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് രണ്ടുപേർക്കിടയിൽ. എന്നിട്ട് പോലും ഭരണകാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും അവർ രണ്ടുപേരും പിണങ്ങി നിന്നിട്ടില്ല. അവർ രണ്ടുപേരും തെറ്റ് ജീവിച്ചിട്ടില്ല. ഒടുവിൽ ഭരണം മാറിക്കൊടുക്കണം ഹസൻ റളിയല്ലാഹു അൻഹു. എന്തിന്? തൻ്റെ സമുദായത്തിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിൽ നിന്നും മാറിക്കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഒടുവിൽ കർബലയിൽ വെച്ച് മരണപ്പെടുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതാണ് നമുക്ക് മുൻപിലുള്ള മാതൃക. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ഷൈമ. അവൾ വരുമ്പോൾ അവരെ സന്ദർശിക്കാൻ വരുന്ന അവസരങ്ങളിലെല്ലാം തൻ്റെ വസ്ത്രം വിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുമായിരുന്നു, അതിലിരിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം വസ്ത്രം വിരിച്ചു കൊടുത്ത്, നിലത്ത് വിരിച്ചു കൊടുത്ത് അതിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ആദരിക്കുമായിരുന്നു പോലും. ഇതാണ് നമുക്ക് മുൻപിലുള്ള മാതൃക. എന്ത് കാരണവുമായിക്കോട്ടെ. പെങ്ങളൊക്കെ ഇഷ്ടമില്ല ആർക്ക്? പെണ്ണുങ്ങൾക്ക് ഇല്ലേ? നീ ഭാര്യക്ക് പെങ്ങളെ കണ്ടൂടാന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഓളെ വാക്ക് കേട്ട് ഓളോട് തെറ്റിയാലേ പടച്ചോൻ പ്രാർത്ഥന കേൾക്കൂല, പടച്ചോനെ പ്രാർത്ഥന സ്വീകരിക്കൂല. അതുകൊണ്ട് പിണങ്ങരുത്. എന്ത് കാരണവുമായിക്കോട്ടെ. രാത്രി നമ്മൾ ഉറങ്ങാൻ പോവാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് സയൻസ് പറയണത്. അതിൻ്റെയൊക്കെ മുമ്പേ, സയൻസ് ഈ പറയണതിൻ്റെയൊക്കെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ്, ചെറിയൊരു രൂപമാണ് മരണത്തിൻ്റെ. ആ മരണത്തിലേക്ക്, ആ കുഞ്ഞു മരണത്തിലേക്കാണ് നമ്മളൊക്കെ ഉറങ്ങാൻ പോണത് എന്നു രാത്രി. നമ്മൾ ആർക്കെങ്കിലും ആ ചിന്ത ഉണ്ടാവലുണ്ടോ? ചൊല്ലിപ്പറഞ്ഞ് പ്രാർത്ഥനയും സലാത്തും ദിക്റൊക്കെ ചൊല്ലി ഇങ്ങനെ നമ്മൾ ഉറക്കത്തിനെ കാത്തിരിക്കുമ്പോഴും മരിക്കാൻ പോവാണെന്നുള്ള ചിന്തയല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാവല്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നാളെന്താ ചായക്കടി ഉണ്ടാക്കുക അല്ലേ? അതിൻ്റെ ഇടയിൽ നാളെന്താ ചായക്കടി ഉണ്ടാക്കുന്നല്ല നമ്മൾ ശരാശരി ഒരു പെണ്ണ്, ഞാൻ അടക്കമുള്ള പെണ്ണുങ്ങൾ ആലോചിക്കുക, നാളെ എന്താ പഠിച്ചനെ നാസ്ത ഉണ്ടാക്കുക. അതാണ് നമ്മൾ. പക്ഷെ അത്രയും നൈമിഷികമാണ് നമ്മളെ ജീവിതം. നമ്മൾ അറിയണില്ല. നാളെ ഞാൻ ഉണരുമോന്ന് അറിയില്ല. എൻ്റെ ആങ്ങളനെ വിളിച്ച് സാരല്ല കേട്ടോ, എനിക്ക് ഇന്നേക്കാൾ 2 തെങ്ങ് ഏറെ കിട്ടിക്കണമെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നമ്മൾ എന്താണെങ്കിലും ആ തേങ്ങയും കൊണ്ടൊന്നല്ലല്ലോ പോവുക അല്ലേ? ഈ വിഷയം വരുമ്പോഴാ പിണക്കം വരെ. എപ്പോ? സ്വത്ത് ഒരുക്കുമ്പോഴേ അല്ലേ? ഒരു ചർച്ചാ വിഷയം തന്നെയാണ് കേട്ടോ. വലിയൊരു മേഖല തന്നെയാണ് സമ്പത്ത്. നമ്മളൊക്കെ നാട്ടിൽ എങ്ങനെയാ സ്വത്ത് വീതം വെക്കൽ? എങ്ങനെയാ അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാ? ആങ്ങൾക്ക് കൊടുക്കണേൻ്റെ ഇരട്ടിയോ? ചമ്പക്കുത്ത് എങ്ങനെയാ? പഠിച്ചോ അങ്ങോട്ട് താമസം മാറ്റിയാലോ? അല്ല അല്ലേ? എല്ലായിടത്തും എങ്ങനെയാ? ആങ്ങൾക്ക് കൊടുക്കണേൻ്റെ പകുതി എനിക്കുള്ളൂ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? ആർക്കെങ്കിലും ഏറെ കിട്ടലുണ്ടോ? ചില വീട്ടിൽ പകുതിയൊക്കെ ആക്കും. എന്നാലും ഇസ്ലാമിൻ്റെ നിയമം എങ്ങനെയാണ്? ഓന് 2 തെങ്ങ് കൊടുത്താൽ എനിക്കൊരു തെങ്ങുള്ളൂ. അത് കേൾക്കുമ്പോഴല്ലേ ഇല്ലേ? ഓന് 2 തെങ്ങ്, എനിക്കൊരു തെങ്ങ്. ഇതെന്താ അനീതിയാ? പക്ഷേ അതിൻ്റെ പിറകിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ നോക്കല്ലേ. ഈ 2 തെങ്ങോണ്ട് ഓൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണം എന്നറിയോ നിങ്ങൾക്ക്? അറിയോ? അതേ ഇസ്ലാം ഓന് 2 തെങ്ങ് കൊടുക്കാൻ പറഞ്ഞ അതേ ഇസ്ലാം പറയാണ്, മാതാപിതാക്കള് ആരെ സംരക്ഷിക്കേണ്ടത്? ഓനാ ആങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഭാര്യ സന്താനങ്ങൾ ആരാ സംരക്ഷിക്കേണ്ടത്? ഈ 2 തെങ്ങോണ്ട് ഓൻ തന്നെ നോക്കണം കേട്ടാ. അപ്പോൾ ഓൻ്റെ ബാധ്യതയാണ് ഈ 2 തെങ്ങോണ്ട് ഓൻ തീർക്കേണ്ട ബാധ്യതകളാണ് മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാതെ വീട്ടിലുള്ള പെങ്ങന്മാര്. ഇനി കല്യാണം കഴിഞ്ഞ തൊലാക്കൊക്കെ പറഞ്ഞ് പോരേ വന്ന് നിൽക്കണ്ടെങ്കിൽ ഓളും കുട്ടികളും. ഇതൊക്കെ ആര് ബാധ്യതയാണ്? ഓൻ്റെ ബാധ്യത തന്നെയാളെ. ഈ 2 തെങ്ങോണ്ടോ ഇതൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? ഇനി നമുക്കുള്ള ഒരു തെങ്ങ്, ഈ ഒരു തെങ്ങോണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ആ തെങ്ങിന് തടം പോലും നമ്മൾ കെട്ടണ്ട. അതാരാ കെട്ടണ്ടേ? എൻ്റെ ബാധ്യത ആർക്കാണ് മക്കളെ? നൗഷാദുക്കല്ലേ? ആർക്കാ നമ്മളെ ബാധ്യത? നൗഷാദുക്കൊക്കെ നിങ്ങളതൊന്നുമില്ല, ഇൻ്റെത് മാത്രം. നൗഷാദുക്കൊക്കെയാണ് നമ്മളെ ബാധ്യത ഉള്ളത്. അപ്പൊ മൂപ്പരാ നോക്കേണ്ടത്. ഭാര്യ സന്താനങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ തെങ്ങിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും എനിക്കില്ല. എനിക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് ഞാൻ എന്നെ പോലും സംരക്ഷിക്കേണ്ടതില്ല. എനിക്കൊരു കടലമിഠായി പോലും എൻ്റെ പൈസ കൊണ്ട് വാങ്ങണ്ട. എനിക്ക് കടലമിഠായി വാങ്ങി തരേണ്ടത് ആരാ? നൗഷാദൊക്കെയാണ്. ആരാ നമുക്ക് കടലമിഠായി വാങ്ങി തരണ്ടേ? നിങ്ങൾക്ക് ഒന്നുമില്ല. ഇവിടെ ചമ്പക്കുത്ത് ആര് കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്നാ ധൈര്യമായിട്ട് മൂപ്പരെ പേര് പറഞ്ഞോളി. ആരാ വാങ്ങി തരണ്ടേ? മൂപ്പര് തന്നെയാളെ. ഞാൻ എപ്പോഴും സന്ദർഭോചിതമായിട്ട് പറയാണ്, വീട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഉപ്പ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടിയായ സമയത്ത്, വലുതാവണത് വരെ, ഉപ്പ സർവീസിലിരിക്കുന്ന സമയം വരെ അങ്ങനെ ഇരുന്നുട്ടാ,
ഉപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഉപ്പാൻ്റെ 2 കയ്യിൽ ഓരോ പൊതി ഉണ്ടാവും. ഒരു പൊതി ഇപ്പം ഞങ്ങൾക്ക് തരും. ഞങ്ങൾ 3 ആളും കാത്തിരിക്കും എന്തെങ്കിലുമൊക്കെ കോൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ടേ ഒരു പൊതി ഞങ്ങൾക്ക് തരും. ഈ ഇടത് കൈത്തെ പൊതി എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. അങ്ങോട്ട് നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് ആവും. അത് ഉമ്മാക്കുള്ള പൊതിയാ ഇല്ലേ? അപ്പോൾ ഉമ്മാൻ്റെ ബാധ്യതയാണതിൽ. എപ്പം ഉമ്മാനോട് ചെയ്യുന്ന ബാധ്യതയാണ്. ആ പൊതിയിൽ എന്താണെന്ന് ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല. അത് നേരെ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കും. അതൊരു സ്നേഹപ്രകടനാണല്ലോ. അൽഹംദുലില്ലാ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര മനോഹരമായിട്ട് അത്രയും മനോഹരമായ പാരൻറ്റിങ് കിട്ടിയത് കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ എപ്പോഴും പഠിച്ചവനോട് ശുക്ർ പറയാറുള്ള. അൽഹംദുലില്ലാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാധ്യത ഇത്രയേ ഉള്ളൂ. ഒരു പെണ്ണിന് അത്ര പോലും ബാധ്യതയില്ല ആ പെണ്ണിനെ നോക്കാൻ. ആ പെണ്ണിൻ്റെ സമ്പത്ത് നമുക്ക് പെട്ടിൻ്റെ ഉള്ളിലൂടെ പാത്ത് വെച്ചാൽ മതി. ഇനി പറയണ കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ പ്രശ്നവും കലഹവും ഉണ്ടായാൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ദീന് മാത്രമേ പറയണുള്ളൂ. നമുക്ക് സമ്മാനമായിട്ട് നമ്മൾ ഉമ്മയും വാപ്പയും പലതും തരുമല്ലോ ഇല്ലേ? പലതും തരും. നമുക്ക് സമ്മാനമായി കൊണ്ട് നമ്മുടെ വിവാഹ സമയത്ത് നമ്മുടെ ഉമ്മയും വാപ്പയും നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും, അത് സ്വർണ്ണമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ സാധനങ്ങളിൽ നിന്നും അതിൽ നിന്നും നമ്മുടെ സമ്മതമില്ലാതെ ഒരു കാതിലെ മൊട്ട് പോലും എടുക്കാൻ ആർക്ക് അവകാശമില്ല? കുറച്ച് ഇങ്ങോട്ടൊന്ന് പറയല്ലേ, നിങ്ങൾക്ക് പരാതി ഉണ്ടോ? ആർക്ക് അവകാശമില്ല? ആണുങ്ങൾക്ക്